ഹോളിവുഡിൽ പല ഫ്രാഞ്ചൈസികളുണ്ടെങ്കിലും ഒറ്റ നടനെ വെച്ച് 8 സിനിമകൾ ഇത്രയും ലെഗസി കീപ്പ് ചെയ്ത മറ്റൊരു ഫ്രാഞ്ചൈസ് അവിടെ വേറെയില്ല. പറഞ്ഞു വരുന്നത് ടോം ക്രൂയിസിൻ്റെ മിഷൻ ഇമ്പോസിബിളിനെ പറ്റിയിട്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ മിഷൻ ഇമ്പോസിബിൾ സിനിമകളെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ആൻഡ് ഈ വീഡിയോയിൽ സ്പോയിലേഴ്സ് ഉണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഫ്രാഞ്ചൈസിലെ തന്നെ സെക്കൻഡ് ബെസ്റ്റ് സിനിമയായിട്ട് തോന്നിയിട്ടുള്ളത് ആദ്യത്തെ മിഷൻ ഇമ്പോസിബിൾ ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബ്രയൻ ഡി പൽമ എന്ന ഡയറക്ടറാണ്. കരിയറിൽ അത്യാവശ്യം വെറൈറ്റി സിനിമകൾ ചെയ്തിട്ടുള്ള കാരണം ഒരു ആക്ഷൻ സിനിമ ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു കൗതുകമായിരുന്നു എനിക്ക് മിഷൻ ഇമ്പോസിബിൾ കാണുമ്പോൾ. ഇതിൽ വരുന്ന കോൺസ്പിറസി തിയറികൾ, ചില ആക്ഷൻ സീനുകളൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഒരു ഒറിജിൻ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഈ സിനിമ വേർത്താണെന്നും തോന്നിയിട്ടുണ്ട്. റിലീസിന് മുന്നേ ആ കാലത്ത് ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയ ചിത്രമാണ് മിഷൻ ഇമ്പോസിബിൾ 2. അതൊരു സീക്വൽ ആയതുകൊണ്ട് മാത്രമല്ല, പക്ഷേ ആക്ഷൻ സിനിമകളുടെ കിങ് ആയ ജോൺ വൂൻ്റെ ഡയറക്ഷനിൽ വരുന്ന സിനിമ എന്ന കാരണത്താൽ വൻ ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ അതിന് മാത്രമുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടെംപ്ലേറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സിനിമയിൽ ഉള്ളതെങ്കിലും എനിക്ക് ഇതിലെ ആക്ഷൻ സീൻസൊക്കെ ഇഷ്ടമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസണും ജോൺ വൂ തന്നെയാണ്. അതുകൊണ്ടൊരു ആവറേജ് അനുഭവം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു സ്റ്റോറി ലൈൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലാവേണ്ട സിനിമയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഈ ഫ്രാഞ്ചൈസിൽ ലീസ്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിനിമയായിട്ട് തോന്നിയിട്ടുള്ളത് മിഷൻ ഇമ്പോസിബിൾ 3 ആണ്. ഇത് കൂടുതലും ഈതൻ ഹണ്ടിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറയുന്നൊരു സിനിമയാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിങ്. ഈ രണ്ട് വഞ്ചിയിലും കാലിട്ട് നിൽക്കുമ്പോൾ ഒരു പോലത്തെ ഒരു അവസ്ഥയാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. ജൂലിയ ഈതൻ ഹണ്ട് പാർട്ടൊക്കെ നൈസാണെങ്കിലും ഇതിലെ പ്രധാനപ്പെട്ട മിഷനൊക്കെ ഒരു വലിയ ഇമ്പാക്റ്റ് എനിക്ക് തന്നിട്ടില്ല. എന്നാലും ചുമ്മാ കണ്ടിരിക്കാം എന്ന ലെവലിലുള്ളൊരു മിഷൻ ഇമ്പോസിബിൾ സിനിമയായിരുന്നു ഇത്. ആനിമേഷൻ സിനിമകൾ എടുത്തിരുന്ന ബ്രാഡ് ബേർഡ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു ലൈവ് ആക്ഷൻ സിനിമ എന്ന പ്രത്യേകതയുള്ള ഒരു സിനിമയായിരുന്നു ഗോസ്റ്റ് പ്രോട്ടോകോൾ. എന്നെ ഒരു എക്സ്റ്റെൻഡ് വരെ ഭയങ്കര ത്രില്ലിംഗ് ആക്കിയ ഒരു സിനിമയായിരുന്നു ഗോസ്റ്റ് പ്രോട്ടോകോൾ. ഇൻട്രൊഡക്ഷൻ സീനിലെ ജയിൽ ബ്രേക്ക്, പിന്നെ ദുബായിൽ പോയി ബുർജ് ഖലീഫയുടെ പുറത്ത് ചെയ്യുന്ന സാഹസങ്ങൾ, ആ സാൻഡ് സ്റ്റോണിൽ നടത്തുന്ന ചേസ്, ഇതൊക്കെ വൻ കിടുവായിരുന്നു. പക്ഷേ ഇന്ത്യൻ സെഗ്മെൻറ്റിലോട്ട് വന്നപ്പോൾ എനിക്ക് ആ ഹൈ പിന്നീട് കിട്ടിയിട്ടില്ല. പക്ഷേ വില്യം ബ്രാൻഡിൻ്റെ ഫ്ലാഷ് ബാക്കും ജൂലിയ ഈതൻ ഹണ്ട് സെപ്പറേറ്റ് ആകുന്ന ടെയിൽ എൻഡ് സെഗ്മെൻറ്റ്സ് ഒക്കെ നൈസായിരുന്നു. എന്നിരുന്നാലും MI 2 and 3 ഒക്കെ കണ്ടിട്ട് ഇത് കണ്ടപ്പോൾ പിന്നെയും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ക്രിസ്റ്റഫർ മക്ക്വയറി ഈ ഫ്രാഞ്ചൈസിനെ ഏറ്റെടുത്തത് ഈ ഒരു സിനിമ മുതൽക്കാണ്. ഈ സിനിമ അത്രയ്ക്ക് ഗ്രേറ്റ് ഒന്നുമല്ലെങ്കിലും ഒരു സ്റ്റഡി രീതിയിൽ നറേറ്റീവിനെ കീപ്പ് ചെയ്യുന്ന കാരണം കൊണ്ട് റോഗ് നേഷൻ എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയാണ്. ഇതിൽ ഇൽസ ഫോഴ്സിൻ്റെ സെഗ്മെൻറ്റ്സ് ഒക്കെ കിടുവാണ്. ലൈക്ക് സിനിമയിലെ വില്ലൻ അല്ലെങ്കിലും ഈതൻ ഹണ്ടിന് വളരെ ചാലഞ്ചിങ് ആയൊരു ക്യാരക്ടറിനെ ഈ സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് നൈസായിരുന്നു. ആൻഡ് വില്ലൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഫ്രാഞ്ചൈസിൽ കൂടുതൽ ഇഷ്ടമുള്ളൊരു വില്ലനാണ് സോളമൻ ലൈ. ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു രീതിയിലൊരു കൊടൂരമായൊരു വില്ലൻ. അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രഷൻസ് ഇടുന്നൊരു നടനല്ല, വില്ലനല്ല. പക്ഷേ അങ്ങനത്തെ മിനിമലായ എക്സ്പ്രഷൻസ് വെച്ചൊരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടർ. MI ഫ്രാഞ്ചൈസിലെ 3rd ബെസ്റ്റ് ഫിലിം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും റോഗ് നേഷനാണ്. മിഷൻ ഇമ്പോസിബിൾ സിനിമകളുടെ കേസിൽ ആക്ഷൻ സെഗ്മെൻറ്റ്സ് ടോപ്പ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഫോളോ ഔട്ട് എങ്കിലും എനിക്ക് ഈ സിനിമ ഒരു പരിധി വരെ ഒരു വാച്ചബിൾ ഫീൽ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫൈനൽ ആക്ട് കിടിലമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ജൂലിയയുടെയും ഇൽസ ഫോഴ്സിൻ്റെയും പാർട്ടുകൾ നൈസായിരുന്നു. ലൂത്തർ പറയുന്നൊരു ഡയലോഗുണ്ട്, ഇതിൻ്റെ ലൈഫിലെ 2 of the most important ക്യാരക്ടേഴ്സാണ് ജൂലിയ ആൻഡ് ഇൽസ എന്നൊക്കെ. പക്ഷേ ജൂലിയക്ക് ഈ സിനിമ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് കിടിലമാണ്. ഇതിലെന്ന് മാത്രമല്ല, ഇപ്പോൾ 3rd ശേഷം ഈ കഥാപാത്രത്തിൻ്റെയും ഈതൻ്റെയും ആംഗിൾ ഗോസ്റ്റ് പ്രോട്ടോകോളിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ അങ്ങനെ ലോങ് ടേം സ്റ്റോറി ടെല്ലിങ് ഈ ക്യാരക്ടറിൻ്റെ കേസിൽ ഈ ഫ്രാഞ്ചൈസ് അത് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആക്ടിലെ ആക്ഷൻ സീനുകളൊക്കെ കിടുവാണ്. ആൻഡ് ഈ സിനിമ IMAXൽ കണ്ടവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. കാരണം സ്വിച്ചിങ് വിഷ്വൽസ് ഒക്കെ ഇതിൽ അന്യായമാണ്. അപ്പോഴൊക്കെ ഈ സിനിമയുടെ ഗ്രാഫ് മുകളിലോട്ടാണ് പോയിട്ടുള്ളത്. മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലെ നമ്പർ 1 ഫിലിം എന്ന് ഞാൻ പറയുക ഡെത്ത് റെക്കണിംഗ് എന്ന പാർട്ട് തന്നെയാണ്. കാരണം ഇതിലും വ്യത്യസ്തമായി തോന്നിയ ചില കാര്യങ്ങളുണ്ട്. ലൈക്ക് ബാക്കി എല്ലാ സിനിമകളിലും ഭയങ്കര എനർജറ്റിക് ആയൊരു ഈതൻ ഹണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇതിലൊരു ടയേർഡായൊരു ഈതൻ ഹണ്ട് ആയിരുന്നു.
ടോം ക്രൂയിസിന് പ്രായം തോന്നിക്കുന്നുണ്ട്, ആ ഒരു കാര്യം കൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ആൻഡ് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഈതൻ ഹണ്ട് ചിലപ്പോൾ ഈ മിഷനിൽ തോറ്റാലെന്ന് തോന്നിപ്പിച്ചൊരു സിനിമയായിരുന്നു ഇത്. ആൻഡ് ബാക്കി സിനിമകളിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, കാരണം എങ്ങനെ പോലും ഇതൊക്കെ ക്രാക്ക് ഔട്ട് ചെയ്യുമെന്നൊരു ഫീലൊക്കെ ആ സിനിമകളൊക്കെ തന്നിട്ടുണ്ട്, പക്ഷേ അത് തന്നിട്ടില്ല. പിന്നെ ഭയങ്കര ഡാർക്കർ ടോണിൽ സ്റ്റോറി ടെല്ലിംഗ് നടത്തിയൊരു സിനിമയായിരുന്നു ഇത്. ബാക്കിയുള്ള മിഷൻ ഇമ്പോസിബിൾ സിനിമകളിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഇൽസ ഫോഴ്സിൻ്റെ ഡെത്ത് എനിക്ക് ഭയങ്കര ഇമോഷണലായിരുന്നു. ചിലപ്പോൾ ജൂലിയ മരിച്ചാൽ പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീല് വരില്ല, പക്ഷേ ഇൽസ മരിച്ചപ്പോൾ അത് നല്ല ഫീലായി. പിന്നെ ഇതിലെ ഗബ്രിയേൽ എന്ന വില്ലനൊക്കെ കൊള്ളാമായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു കിടിലൻ സിനിമയായിരുന്നു ഇത്. പറയുമ്പോൾ ഈ സിനിമ മിഷൻ ഇമ്പോസിബിൾ 2 and 3യേക്കാൾ ഭേദമാണെങ്കിലും സ്റ്റിൽ ഇതൊന്നും പോരാന്ന് തോന്നിച്ചൊരു സിനിമയായിരുന്നു ഫൈനൽ റെക്കണിങ്. ഇതിൽ വർക്കാവുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ പ്രീവിയസ് സിനിമകൾക്ക് കൊടുത്തിട്ടുള്ള കോൾ ബാക്സ് ഒക്കെ നൈസായിരുന്നു. ആ കാര്യത്തിൽ ഈ സിനിമ ഫൈനാണ്. പക്ഷേ ഇത് മൊത്തത്തിൽ ഡ്രാമയാണ്. അതിൻ്റെ ഇടയിൽ വല്ലപ്പോഴും ആക്ഷൻ സീനുകൾ വന്നാലായി എന്ന് പറയുന്ന ലെവലിലാണ് ആക്ഷൻ സീൻസ്. എന്നാൽ പറയത്തക്ക രീതിയിലുള്ളൊരു ആക്ഷൻ സീൻസോ അല്ലെങ്കിൽ വലിയ ഇമ്പാക്റ്റ് തന്ന ആക്ഷൻ സീൻസൊന്നും ഈ സിനിമയിൽ ഇല്ല. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഇഷ്ടമായില്ല. ഡെത്ത് റെക്കണിങ് വൺ കിഡോ ആയിട്ട് ചെയ്തിട്ട് ആ സിനിമയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇതിൽ പിന്നെയും പറയുന്നു എന്നല്ലാണ്ട് സ്റ്റോറി വൈസ് വലിയ അപ്ഡേഷൻ ഒന്നും ഈ സിനിമയിൽ വന്നിട്ടില്ല. വളരെ ആവറേജായി പോയി എന്നത് മാത്രമല്ല ഈ സിനിമയുടെ പ്രശ്നം, ഒപ്പം തന്നെ ഈതൻ ഹണ്ടിനൊരു ഫെയർവെൽ കൈൻഡ് ഓഫ് സിനിമ എന്നത് ഫൈനൽ റെക്കണിങ് ഫുൾഫിൽ ചെയ്തിട്ടില്ല. അതിലും ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. മിഷൻ ഇമ്പോസിബിൾ സിനിമകൾ നിങ്ങളെങ്ങനെയാണ് റാങ്ക് ചെയ്യുന്നതെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.